സ്കൂൾ സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിശീലന പരിപാടി കാഞ്ഞങ്ങാട്ടെ ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 2025-26 കാലഘട്ടത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്കൂൾ സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിശീലന പരിപാടിയാണ് കാഞ്ഞങ്ങാട്ടെ ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയത്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലനം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിൽ നമ്മളത് എല്ലാ 40 ഇയേഴ്സിലെ ഉള്ളിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ ട്രൈബൽ വകുപ്പിൻ്റെയും നിസ്വാർത്ഥമായ സഹകരണം ഉണ്ടാവുന്ന ഇതല്ലെങ്കിൽ കൂടെ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ചടങ്ങിൽ ജില്ലാ RCH ഓഫീസർ ഡോക്ടർ കെ ഷാൻഡി അധ്യക്ഷയായി. ശാരീരികാരോഗ്യം, ലൈംഗിക പ്രത്യുൽപാദനാരോഗ്യം, മാനസികാരോഗ്യം, സാമൂഹ്യ സുസ്ഥിതി, വിവിധ ആരോഗ്യ സേവനങ്ങൾ, സ്ക്രീനിംഗ് പരിപാടി എന്നീ വിഷയങ്ങളെ അധികരിച്ച് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ്, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബിപിൻ കെ നായർ, അസിസ്റ്റന്റ് ടു RCH ഡോക്ടർ ബേസിൽ വർഗീസ്, ലെക്ചറർ ഡോക്ടർ വിനോദ് കുമാർ, ജില്ലാ ആശുപത്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൽബിൻ എൽദോസ് എന്നിവർ ക്ലാസുകളെടുത്തു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ജൂനിയർ കൺസൾട്ടന്റ് RBSK കെ നിജിത നന്ദിയും പറഞ്ഞു. ആരോഗ്യവകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്കൂളുകളിൽ സമഗ്ര ആരോഗ്യ പരിപാടി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്കും ഘട്ടം ഘട്ടമായി നൽകുന്ന ശാക്തീകരണ പരിപാടിയിലൂടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലുള്ള എല്ലാ കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ മേധാവികളും മോഡൽ ഓഫീസർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.